നമ്മളിന്നോടൊന്ന് പറയുന്നത് ഇപ്പോൾ മാധ്യമങ്ങളിലെല്ലാം വരുന്ന വാർത്തയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിപ്പ് അല്ലേ. അതിന്റെ ചില കണക്കുകൾ വന്നിട്ടുണ്ട്. മന്ത്രി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്, KN ബാലഗോപാൽ. 1458 സർക്കാർ ഉദ്യോഗസ്ഥരും പുറമേയുള്ള വ്യക്തികളെ കണ്ടെത്തേണ്ടതാണ്. നിലവിൽ കണ്ടെത്തപ്പെട്ടിട്ടുള്ളത് 1458ഓളം സർക്കാർ എംപ്ലോയീസ് അഥവാ അനാവശ്യ രീതിയിൽ ഈ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട്. അഥവാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അവർക്ക് ഓൾറെഡി നിലവിൽ അത്യാവശ്യത്തിലേറെ പെൻഷൻ ലഭിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, നമ്മുടെ പെൻഷൻ സമ്പ്രദായം കേരള സർക്കാരിന്റെ കീഴിലുള്ള, അതുപോലെ ഉദ്യോഗസ്ഥർക്കുള്ള ശമ്പള പരിഷ്കരണങ്ങൾ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു തരത്തിൽ ഇവർ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് സത്യാവസ്ഥ നമ്മൾ തിരിച്ചറിയണം. കാരണം ചെറിയൊരു വസ്തുതാപരമായ കാര്യം പറയാം. ഇപ്പോൾ ശമ്പള ഇനത്തിൽ തന്നെ കേരള സർക്കാരിൽ ആകെ ജോലി ചെയ്യുന്നത് 5,45,423 തൊഴിലാളികളാണ്, അല്ലെങ്കിൽ സ്റ്റാഫാണ്, സർക്കാർ ഉദ്യോഗസ്ഥരാണ് എന്നുള്ളത് കേരള സർക്കാരിന്റെ വെബ്സൈറ്റിലും മറ്റും പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അതേസമയം തന്നെ അവർക്ക് അടിസ്ഥാന ശമ്പളം എന്നുള്ള രീതിയിൽ 2021 മുമ്പ് കൊടുത്തിരുന്ന ശമ്പള പാക്കേജ് പ്രകാരം, 10ാം ധനകാര്യ കമ്മീഷന്റെ ശമ്പളം പാക്കേജ് പ്രകാരം അവർക്ക് അർഹമായിരുന്ന ശമ്പളം ഏറ്റവും കുറഞ്ഞത് വേതനം എന്നുള്ളത് 16,500 രൂപയും ഏറ്റവും കൂടിയ വേതനം 1,29,000 രൂപയോളായിരുന്നു. മനസ്സിലാക്കണം, വസ്തുതാപരമായ കാര്യങ്ങളാണ്. അത് 21 വന്ന 11ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ നടപ്പിലാക്കിയ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം 16,500 നിന്നും അത് ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കുന്നത് 23,500 രൂപയോളം. പുറമെ അലവൻസ് വേറെയും വരും. അതിനു പുറമെ ഏറ്റവും കൂടിയ വേതനം എന്നുള്ള രീതിയിൽ 1,60,000 രൂപയോളം വരുന്നുണ്ട് ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട്. ഈ 2021 എന്ന് പറയുന്ന ആ കാലത്തിലാണ് അത് വർദ്ധിപ്പിക്കുന്നത്. ആ കാലത്തിന്റെ ഒരു പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം 16,500 രൂപയിൽ നിന്ന് 23,500 രൂപയിലേക്കും 1,20 നിന്ന് 1,60 എത്തുന്ന രീതിയിൽ വർദ്ധിപ്പിക്കുമ്പോൾ ആ കാലഘട്ടത്തിന്റെ പ്രാധാന്യം നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കണ്ടേ. കാലഘട്ടം എന്ന് പറയുമ്പോൾ 2 കൊറോണ, അതുപോലെ പ്രളയങ്ങൾ, അതുപോലെ നിപ്പ, മറ്റുള്ള എല്ലാ ജാതി പ്രയാസങ്ങളും അനുഭവിക്കുന്ന കേരള ജനതയ്ക്ക് മേലെ, കേരള ഖജനാവിന് മേലെ വരുത്തി വെച്ച ക്രൂരത എന്ന് പറയേണ്ടി വരും. ജനങ്ങളോടുള്ള ആ രീതിയിലുള്ള വർധനവാണ് നടത്തി കൊടുത്തത്. പുറമെ അതുപോലെ തന്നെ പെൻഷൻ സമ്പ്രദായത്തിലും ഉടച്ചു വാർക്കലുകൾ ആ സമയത്ത് നടത്തി കൊടുത്തിട്ടുണ്ട്. ഈ വസ്തുതാപരമായ കാര്യങ്ങൾ ജനം മനസ്സിലാക്കണം. കാരണം ജനതയിൽ 95% പേരും വൻകിട കച്ചവടക്കാരുൾപ്പെടെ, ചെറുകിട കച്ചവടക്കാരുൾപ്പെടെ, അടിസ്ഥാന വർഗ്ഗക്കാരുൾപ്പെടെ എല്ലാ രീതിയിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഉണ്ണാനോ ഉടുക്കാനോ പറ്റുന്ന ഒരു സാഹചര്യമില്ല. അന്നത്തെ പ്രതിപക്ഷം പ്രശ്നം എന്നുള്ള രീതിയിലാണെങ്കിലും അല്ലെങ്കിലും ഒരു 10,000 രൂപ സർക്കാർ ജോലിക്കാരല്ലാത്ത പൊതുജനങ്ങൾക്ക് 10,000 രൂപ റേഷൻ കാർഡിൽ വിതരണം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അതൊരു മുഖവിലക്കെടുക്കാത്ത സർക്കാരാണ്. അഥവാ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുൻ വർഷങ്ങളിൽ കൊടുത്തിരുന്ന ശമ്പള പാക്കേജിന്റെ ഭാഗമായിട്ട് വർഷം 1,31,000 കോടി രൂപയോളം ഖജനാവിന് ബാധ്യത വരുത്തിയതിൽ നിന്ന് ഈ ശമ്പള പാക്കേജിലൂടെ വന്നപ്പോൾ സർക്കാർ പ്രതീക്ഷിച്ചത് 28,000 കോടി രൂപയാണ് അധിക ബാധ്യതയായി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ധനകാര്യ കമ്മീഷൻ. അതേസമയം വന്നു ഭവിച്ചത് 1,61,000 കോടി, ടോട്ടൽ 31,000 കോടി രൂപ വർഷം അധിക ബാധ്യതയായിട്ട് നമുക്ക് ജനങ്ങൾക്ക് മേലെ അടിച്ചേൽപ്പിച്ചവര്. അത് ഏത് കാലഘട്ടത്തില് അത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ. ഇത്രയും ദുരിതപൂർണമായിട്ടുള്ള ജീവിതമാർഗം എല്ലാ മേഖലയിലുള്ള വ്യക്തികളും ബുദ്ധിമുട്ടിൽ സഹിച്ചിരുന്ന, എന്നാൽ സർക്കാർ ഇതര സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്നവര്, വീട്ടിൽ പ്രൊഫസർമാരായാലും സർക്കാർ അധ്യാപകരായാലും മറ്റു വിഭാഗങ്ങളിലെ ചെറിയ ന്യൂനപക്ഷമല്ലാത്തവരെല്ലാം വീട്ടിൽ നിന്ന് വർക്ക് അറ്റ് ഹോം എന്നുള്ള രീതിയിലും മറ്റും ജീവിച്ചിരുന്ന ഒരു അന്തരീക്ഷം. ആ സാഹചര്യത്തിൽ ഇവർക്ക് എന്തുകൊണ്ട് ഇത്രയും വർധന നടത്തി കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുത്തി വെച്ചു? ഇതെല്ലാം ഒരു തരം പ്രീണന സമീപനമല്ലേ നമ്മളോട് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും എല്ലാ കക്ഷികളായാലും ചെയ്തുകൊണ്ടിരിക്കുന്നത്? 95% പേരെ ചൂഴ്ത്തിയെടുത്ത് ജീവിക്കുന്ന ഒരു സമീപനം. നിലവിൽ സർക്കാർ എന്നുള്ള ഒരു സംവിധാനം പ്രവർത്തിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ജനങ്ങൾക്ക് വേണ്ടിയാണ്. 95% ജനങ്ങൾക്ക് വേണ്ടിയാണോ, അതോ 5% പോലും വരാത്ത 2-2.5% വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക്, അഥവാ 5,45,421 സർക്കാർ ഉദ്യോഗസ്ഥരും അതിൽ 3 ലക്ഷത്തോളം എക്സ്ട്രാ പെൻഷനേഴ്സും ഇവർക്ക് വേണ്ടി മാത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായിട്ട് സർക്കാർ സംവിധാനം മാറുന്നുണ്ട്, കേരള സർക്കാർ മാറുന്നുണ്ട് എന്ന വസ്തുത ജനം മനസ്സിലാക്കണം. നമ്മളിലുള്ള ബഹുഭൂരിപക്ഷം പേര് ചെറുകിട സംരംഭകര്, ഓട്ടോ തൊഴിലാളികള്, ചെറുകിട കച്ചവടക്കാര്, എല്ലാ തരത്തിലും, അല്ലെങ്കിൽ സാധാരണ കൂലി തൊഴിലാളികള്, ഇവർക്കെല്ലാം
1 ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് കേരള സർക്കാരിലേക്ക് വരുന്നത്, ഇത് ഞാൻ പറയുന്നതല്ല, കേരള ധനകാര്യമന്ത്രിയായിട്ടുള്ള കെ എൻ ബാലഗോപാൽ തന്നെ പറഞ്ഞത്, 25 രൂപയോളം പെട്രോളിന് ടാക്സ് വരുമ്പോൾ വർഷം 22,000 കോടി രൂപയോളമാണ് കേരള സർക്കാരിലേക്ക് വരുന്നത്, ഖജനാവിലേക്ക് വരുന്നത്. അത് ഈ അടുത്ത കാലത്തായിട്ട് വന്നൊരു അഥവാ പിന്നെ അത്രയും തരത്തിലേക്ക് നികുതിക്കൊള്ള പെട്രോൾ ഡീസൽ വിലയിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ലഭിക്കുമ്പോൾ പോലും വർഷം 22,000 കോടി രൂപയോളം മാത്രമേ സർക്കാരിലേക്ക് വരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അതേ സർക്കാർ സംവിധാനങ്ങൾ ധനകാര്യമന്ത്രിയാണ് പറയുന്നത് ഒരു വർഷം 28,000 കോടി രൂപ അധിക ബാധ്യത വരുമെന്ന് പ്രതീക്ഷിച്ച് ചെയ്തത് സത്യത്തിൽ 31,000 കോടി രൂപയോളം വന്നിട്ടുണ്ട് അധിക ബാധ്യതയായിട്ട്. അതും ഏത് കാലഘട്ടത്തിലാണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണ്ടേ, ജനം മനസ്സിലാക്കണ്ടേ. ഇവരൊക്കെ ജനങ്ങളെ വെല്ലുവിളിക്കല്ലേ. ഉത്സവ ഭത്ത, ക്ഷേമ പെൻഷനുകൾ, മറ്റുള്ള കാര്യങ്ങളിലെല്ലാം ജനതയ്ക്ക് പ്രത്യേകിച്ച് ഒരു പ്രിവിലേജും ഇല്ലാത്തൊരു അന്തരീക്ഷം നിലവിൽ നാട്ടിലുണ്ട്. അതിനു പുറമെ ഇങ്ങനെ പിച്ചച്ചട്ടിയിൽ കഴിയിട്ട് വരുന്ന തരത്തിലുള്ള നക്കികളെ ഇനി അവരൊക്കെ ഏത് തരത്തിലാ ജനം പിന്നെ മനസ്സിലാക്കേണ്ടത്. സർക്കാർ അവർക്കെതിരെ എന്ത് തരത്തിലുള്ള നടപടികൾ എടുക്കുക? ഇതുവരെ ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥനെ മാന്യമായ രീതിയിൽ അവൻ തെറ്റ് ചെയ്താൽ പോലും സംരക്ഷിക്കുന്ന സമീപനം അല്ലാതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥ യൂണിയനുകളോ മറ്റോ ഇടങ്കോൾ ഇട്ടിട്ട് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന സമീപനമല്ലേ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരന് നീതിയിലുള്ള കൺസെപ്റ്റ് ഇന്ന് സർക്കാരിൽ നിന്നോ സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നോ ലഭ്യമാകുന്ന അന്തരീക്ഷമാണോ? ഇപ്പൊ ഞാൻ തന്നെ 1 വർഷത്തോളായിട്ട് നിയമ സംവിധാനങ്ങളിൽ കയറിയിറങ്ങാണ്. ഇത്രത്തോളം ഉദ്യോഗസ്ഥ ബാഹുല്യവും ഇത്രത്തോളം സംവിധാനങ്ങളുള്ള ഒരു നാട്ടിലാണ് നിങ്ങൾ മനസ്സിലാക്കണം. അന്യ രാജ്യങ്ങളിൽ പോയിട്ട് 10-60 ലക്ഷം ജനങ്ങൾ തൊഴിലെടുക്കുന്നുണ്ട്. 10-60 ലക്ഷം ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിലുള്ള ഒരു അംഗം വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അത്രയും അംഗങ്ങൾ നോക്കണം നിങ്ങൾ, എത്ര കുടുംബത്തിന്റെ അത്താണികളാണ് അന്യ രാജ്യങ്ങളിൽ പോയി തൊഴിലെടുക്കുന്നതെന്ന്. അവരെ മേലെ അവർ വീട് പൂട്ടിപ്പോയാൽ പോലും എക്സ്ട്രാ ടാക്സ് എന്നുള്ള രീതിയിലൊക്കെ പിടിച്ചെടുത്ത് കായ്ത്ത് ധരിച്ചെടുത്തിട്ട് അല്ലേ ഈ രീതിയിൽ തോന്നിയാസം കാണിക്കുക. ഒരു രാജ്യം എന്ന് പറയുമ്പോൾ, ഒരു നാട് എന്ന് പറയുമ്പോൾ 5 ലക്ഷമോ 10 ലക്ഷമോ പേരിലേക്ക് മാത്രം ചുരുക്കപ്പെടേണ്ട ഒന്നാണോ? നമ്മൾ കൊടുക്കുന്നതിന്റെ 80% ടാക്സും ചെല്ലുന്ന ഭവിക്കുന്നത് ഇത്രത്തോളം രീതിയിലാണ്. ഇത് ഞാൻ പറയുന്നതല്ല, ഉദ്യോഗസ്ഥ തലത്തിൽ ജോലി ചെയ്തിരുന്ന പ്രൊഫസർ, സാമ്പത്തിക വിദഗ്ധ മേരി ജോർജിനെ പോലുള്ള വ്യക്തികൾ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ സർക്കാർ സംവിധാനങ്ങളിൽ ജോലി ചെയ്തിരുന്നവർ ഇതുപോലുള്ള പല കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അർഹത അല്ലാത്ത കാശും സംവിധാനങ്ങളും ഞങ്ങൾക്ക് നേടിക്കിട്ടുന്നുണ്ട്, അത് നിങ്ങളെ ചൂഷണം ചെയ്തിട്ടാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള അവരെ കൂട്ടത്തിൽ നിന്ന് വരുന്ന പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളിൽ ജോലി ചെയ്തിരുന്നവർ ഇത്തരത്തിൽ അനർഹരായ വ്യക്തികൾ ഒരുപാട് തുകകൾ കൈപ്പറ്റുന്നുണ്ട് എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മേരി ജോർജിനെ പോലുള്ള മറ്റു വ്യക്തികൾ ഇതുപോലെ തുറന്നു പറച്ചിലുകൾ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഒരു ഭാഗത്ത് തൊഴിലന്വേഷിച്ചും മറ്റും ഒക്കെ വിധിക്കപ്പെട്ടിട്ട് അന്യ രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം വ്യാപിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന സമൂഹം, മറുഭാഗത്ത് വെറും നിസ്സാരപക്ഷമായിട്ടുള്ള വ്യക്തികളുടെ പ്രീണനത്തിനും വേണ്ടിയിട്ട് സർക്കാർ സംവിധാനങ്ങൾ, രാഷ്ട്രീയക്കാർ നമ്മളെ കൂട്ടിക്കൊടുക്കുക. ആ ഒരു തരത്തിലപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൂഷണം ചെയ്യുക. ഈ തരത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നാട് ഏത് രീതിയിലാണ് രക്ഷപ്പെടുക? അടുത്ത തലമുറകൾക്ക് നാട്ടിൽ ജീവിക്കേണ്ട. ഇപ്പൊ തന്നെ 4 ലക്ഷം കോടിയിലേറെ കടബാധ്യതയിലാണ് സർക്കാർ ഉള്ളത്. സർക്കാർ എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും ചിന്തിക്കണം. നമ്മുടെ ഭാവി തലമുറകൾക്ക് നാട്ടിൽ ജീവിക്കണ്ടേ? ഈ രീതിയിൽ പോയാൽ സാധിക്കുമോ? ഇതിനെല്ലാം പ്രതികരണ മനോഭാവത്തോടെ ഇറങ്ങി തിരക്കേണ്ട സമയം അതിക്രമിച്ചു. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിനു പുറമെ ഈ തരത്തിലുള്ള ലൂട്ടിങ്ങും നിങ്ങൾ മനസ്സിലാക്കുക. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രം അർഹതപ്പെട്ട ഒന്നാണോ പെൻഷൻ? ചിന്തിച്ചു നോക്കിയേ. 60 വയസ്സ് വരെ അല്ലെങ്കിൽ വാർദ്ധക്യം വരെ നമ്മൾ നികുതി കൊടുക്കുന്നുണ്ട്. അതെന്തിനാ? സുരക്ഷിതത്വം ലഭിക്കണ്ടേ? നമ്മളെ ഭാവി അല്ലെങ്കിൽ മക്കള് നമ്മളെ നോക്കുന്നുള്ള നമുക്ക് ഉറപ്പുണ്ടോ? പൗരൻ എന്നുള്ള രീതിയിൽ സർക്കാരിന് ബാധ്യതയില്ലേ? ഇങ്ങനെയുള്ള മനുഷ്യരെ, വയോധികരായിട്ടുള്ള മനുഷ്യരെ സംരക്ഷിക്കേണ്ട, വൃദ്ധസദനങ്ങളിലേക്ക് തള്ളിവിടുന്ന കാലം കൂടിയാണിത്. അപ്പൊ നമ്മളെ സംരക്ഷിക്കേണ്ട ബാധ്യത പൗരൻ എന്നുള്ള രീതിയിലുള്ള യഥാർത്ഥ പ്രിവിലേജ് നമുക്ക് ലഭിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സംരക്ഷിക്കേണ്ട, നികുതി വാങ്ങുന്ന പൗരനെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാർ സംവിധാനങ്ങൾക്ക് ഉണ്ടാവണ്ടേ? അങ്ങനെ ആവുമ്പോഴല്ലേ ജനാധിപത്യം എന്ന് പറയുമ്പോൾ ആവുള്ളൂ. അല്ലാതെ ചുരുക്കം പേരിലേക്ക് മാത്രം എല്ലാ കാര്യങ്ങളും ചുരുക്കപ്പെടുന്ന രീതിയിലേക്ക്. ഇവരെല്ലാം എംപ്ലോയീസ് ആണ്, പൗരന്മാരാണെങ്കിൽ പോലും എംപ്ലോയീസ് ആണ്. നമ്മളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാർ നമ്മളെ തൊഴിലാളികളാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അതാണോ? നിലവിൽ അവരാണ് മുതലാളിമാർ, നമ്മൾ തൊഴിലാളികളാണ്. ഇവർക്ക് വേണ്ടി വേർപ്പൊഴിക്കാൻ വേണ്ടി മാത്രം ദുരിതപ്പെട്ട് അന്യ രാജ്യങ്ങളിലും മറ്റും ജീവിക്കുന്ന ഒരു പക്ഷം ജനങ്ങൾ, അത് ഒരു 8 ലക്ഷം 8.5 ലക്ഷം പേരിലേക്ക് മാത്രമായിട്ട് ചുരുക്കപ്പെടുന്ന അതിന്റെ എല്ലാ മൂല്യങ്ങളും 80% നികുതിയും പോകുന്നത് ഈ രീതിയിലാണ്. അല്ലെങ്കിൽ എങ്ങനെ 4 ലക്ഷം കോടി കടബാധ്യതയിലേക്ക് സർക്കാർ കൂപ്പുകുത്തുന്നു? എന്ത് വികസനമാണ് നാട്ടിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ, വൻകിട പദ്ധതി, ഇനിയിപ്പോൾ ഹൈവേ ആണെങ്കിലും
അത് നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് എഴുതി കൊടുക്കുക അല്ലേ, പുറമെ ടോൾ ഏർപ്പെടുത്തുക. വിഴിഞ്ഞം തുറമുഖത്തിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇടതിനും വലതിനും എല്ലാം നമ്മളെ കൂട്ടിക്കൊടുത്തതിന്റെ ഒരു ഉൽപ്പന്നമാണത്. അദാനി ഗ്രൂപ്പിനെതിരായിട്ട് അമേരിക്കയിൽ കേസെടുത്തു. അമേരിക്കയിൽ ചതിക്കപ്പെട്ടതിനല്ല, ഇന്ത്യയിലുള്ള ഉദ്യോഗസ്ഥരെ കൈക്കൂലി കൈപ്പറ്റി എന്നുള്ളതാണ്. 2092 കോടി രൂപയോളം ഇന്ത്യയിലുള്ള ഉദ്യോഗസ്ഥരെ കൈക്കൂലി കൈപ്പറ്റി എന്നുള്ളതാണ്. അദാനി പ്രൊജക്ട് വിഴിഞ്ഞത്ത് വന്നതിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം ഒന്ന് നടത്തി നോക്ക്. സർക്കാരിന്റെ ഭൂമിയും സർക്കാരിന്റെ പൈസയുമായിട്ട് കേരള സർക്കാർ ചെലവാക്കിയിട്ടുള്ള ഏറെക്കുറെ 6000 കോടി രൂപയോളം വില വരുന്ന ഭൂമിയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 4800 കോടി രൂപയോളം പൈസയും കേരള സർക്കാർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 850 കോടി രൂപയോളം കേന്ദ്ര സർക്കാരും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. വെറും 2400 കോടി രൂപയോളം ഇൻവെസ്റ്റ് ചെയ്ത അദാനി ഗ്രൂപ്പിന് 45 വർഷത്തേക്ക് പാട്ടത്തിനെടുത്തേക്കുക. അതും എത്ര ശതമാനമെന്നറിയോ? വർഷം 1%, അഥവാ 100 രൂപ അദാനി ഗ്രൂപ്പിന്റെ പോർട്ടിലേക്ക് വന്നാൽ 99 രൂപ അദാനി ഗ്രൂപ്പ് കൊണ്ടുപോകും. 15 കൊല്ലം 99 രൂപ അദാനി ഗ്രൂപ്പ് കൊണ്ടുപോകും. ബാക്കി 1 രൂപ അതാണ് കേരള സർക്കാരിന്. അഥവാ എത്ര കോടി ഇൻവെസ്റ്റ് ചെയ്ത കേരള സർക്കാരിന് നിങ്ങൾ മനസ്സിലാക്കണം. ദുബായ് തുറമുഖം എങ്ങനെയായിരുന്നു നടക്കുന്നത്? ആ രാജ്യത്തിന്റെ പുരോഗതി ഏത് രീതിയിലാണ് കൊണ്ടെത്തിച്ചത്? ചിന്തിച്ചു നോക്കിയേ. ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇടതിനും വലതിനും എല്ലാ നാടുകളും ചേർന്ന് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ സമൂഹം? ദുബായ് തുറമുഖത്തെക്കാളേറെ ഉപയോഗപ്രദമാവുന്ന രീതിയിലേക്ക് മദർഷിപ്പുകൾക്ക് വന്ന് ഷിപ്മെന്റ് നടത്താനുള്ള സൗകര്യമുള്ള ഈ അദാനി പോർട്ട്, സ്വാഭാവികമായിട്ടുള്ള ആയമുള്ള ഈ അദാനി പോർട്ട് എന്ന് പറയാൻ പറ്റില്ല, നാടിന്റെ പോർട്ട്, അത് അദാനിക്ക് തീറെഴുതി കൊടുക്കുന്നതിലൂടെ ഇടതിനും വലതിനും എല്ലാം പറ്റിയിട്ടുണ്ട്. അതിനെല്ലാം കണക്കുകൾ ഭാവിയിൽ ഏതെങ്കിലും കാലത്ത് വന്നതുകൊണ്ട് കാര്യമില്ല. അന്നൊന്നും ഇവന്മാര് ജീവനോടെ ഉണ്ടാവില്ല. അന്ന് നമ്മൾ മാനത്തേക്ക് നോക്കിയിട്ട് എന്താ കാര്യം? ആ തരത്തിലുള്ള ലൂട്ടിംഗ് ആണ് ഇവിടെ നടന്നു കൊടുക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം കരിമണൽ ലോബി അല്ലെ, കർത്തേന്റെ പറ്റുബുക്കിൽ ആരാണ് പ്രതി കൈപ്പറ്റിയിട്ടുള്ള? വീണ വിജയൻ. എങ്ങനെ എത്രയും കോടികൾ ചെന്നിട്ടുള്ളത്? ഒരു സോഫ്റ്റ്വെയറിന്റെ പേരില്ല. 1-2 ലക്ഷം രൂപയുടെ സോഫ്റ്റ്വെയർ തയ്യാറാക്കാൻ എന്തിനാ ഇത്രയും കോടികൾ രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആവശ്യം? അപ്പൊ അത് വ്യക്തമായിട്ടുള്ള അഴിമതിയാണ്. അതിൽ ഇടതിനും വലതിനും BJP-കാരനും എല്ലാവരും പോകുന്നുണ്ടെന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. ഞാനൊരു 5 വർഷം മുമ്പ് അവിടെ പോയി നേരിട്ട് കണ്ടു വന്ന കാഴ്ചകളാണ്. ഒരു ഗ്രാമം മുഴുവൻ, കൊല്ലത്തുള്ള ഒരു ഗ്രാമം മുഴുവൻ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കരിമണൽ എന്നൊക്കെ പറയുമ്പോൾ അത്രത്തോളം വാല്യൂ ഉള്ള പ്രൊഡക്റ്റാണ്. അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ നാടിന് ഗൾഫ് രാജ്യങ്ങൾ പോലെ കേരള സർക്കാരിന് മുതൽക്കൂട്ടാവുന്ന, ഇന്ത്യൻ ഗവൺമെന്റ് മുതൽക്കൂട്ടാവുന്ന ഒരു സംഭവമാണത്. ആ രീതിയിലേക്ക് അത് മൈനിങ് ചെയ്ത് മാറ്റേണ്ട ഒരു ബാധ്യത നാടിന്റെ ഉന്നമനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ സർക്കാർ സംവിധാനങ്ങൾക്കുണ്ട്. അതൊന്നും ചെയ്യാതെ വ്യക്തികൾക്ക് വേണ്ടി, കരിമണൽ കർത്തക്കും വേറെ വ്യക്തികൾക്കും വേണ്ടിയിട്ട് KMML ഒഴികെ പൊതുമേഖലയ്ക്ക് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ടാ? ചിന്തിച്ചു നോക്ക് നിങ്ങള്. കുറച്ചുപക്ഷം സർക്കാർ സംവിധാനങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥർക്കും വേണ്ടി ഒരു ഭാഗത്ത് നമ്മളെ ചോർത്തിക്കൊണ്ടിരിക്കുക, മറുഭാഗത്ത് ഇതുപോലുള്ള ലൂട്ടിങ് നടത്തിക്കൊണ്ടിരിക്കുക കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട്. അദാനി കളവ് നടത്തി എന്നുള്ളത്, അദാനി അഴിമതി നടത്തി എന്നുള്ളത് ഇന്ത്യൻ സർക്കാരല്ല കണ്ടെത്തിയത്, അമേരിക്കനാണ്. അതും ഇവിടെയാണ് നടത്തിയിട്ടുള്ളത്, അവിടെയല്ല. അവിടെ പദ്ധതികൾക്ക് വേണ്ടിയിട്ടും ഇവിടെ പദ്ധതികൾക്ക് വേണ്ടിയിട്ടും എല്ലാ രാജ്യങ്ങളിലും പദ്ധതികൾക്ക് വേണ്ടിയിട്ടും സർക്കാർ സംവിധാനങ്ങളിലേക്ക് 2000-3000 കോടി പമ്പ് ചെയ്യാണ്. ഈ 2092 കോടി 2400 കോടി രൂപ അദാനി ഗ്രൂപ്പ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ വിഴിഞ്ഞത്ത്. വെറും ആ വിഴിഞ്ഞത്ത് ഇൻവെസ്റ്റ് ചെയ്ത 2400 കോടി രൂപയ്ക്ക് അർഹിക്കുന്ന സംവിധാനം അവർക്ക് തയ്യാറാക്കി കൊടുത്തത് 6000 കോടി രൂപയോളം മൂല്യമുള്ള ഭൂമി പതിച്ചു നൽകി ഉപയോഗിക്കാനുള്ള എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ചെയ്തു കൊടുത്തു. അത്രത്തോളം പൈസ 10,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത കേരള സർക്കാരിന് 1 രൂപയും 2400 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത അദാനിക്ക് ഇൻവെസ്റ്റ് ചെയ്തത് അത് പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും നമ്മളിൽ നിന്നൊക്കെ ലൂട്ടിങ് ചെയ്ത് കൊണ്ടുവന്ന പൈസയാണ്. SBI എഴുതി തള്ളിയത് ഒരു കാലത്ത് 12,000 കോടി രൂപയാണ് 2 വർഷം മുമ്പ് എഴുതി തള്ളിയത് അദാനിന്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണോ? സാധാരണക്കാരന് ഇവിടെ ലോൺ എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള ഭീഷണിയാണ്, വെല്ലുവിളിയാണ് അവരിൽ നിന്നുണ്ടാകുന്നത്? ചിന്തിച്ചു നോക്കിയേ. ഇതൊക്കെ ജനം മനസ്സിലാക്കണം. ജനം സിനിമാ നടന്മാരുടെയും സിനിമാ നടിമാരുടെയും തുണിപ്പൊക്കെ നോക്കി മാത്രം ജീവിച്ചാൽ പോരാ, അളവെടുത്ത് ജീവിച്ചാൽ പോരാ. നിങ്ങൾ ഭാവിയിൽ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ ഈ രീതിയിലാണെങ്കിൽ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ രീതിയിൽ രാഷ്ട്രീയക്കാർക്ക് കുതിര കച്ചവടം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് നിങ്ങളാണ്. ചോദ്യം ചെയ്യപ്പെടേണ്ടത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെ ചെയ്യണം, ചോദ്യം ചെയ്യപ്പെടണം. അതിന് മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും അർഹരാണ്. കാരണം ആ തരത്തിലേക്ക് നാടിനെ മാറ്റിക്കൊണ്ടുപോകണം. നിങ്ങൾക്കറിയാലോ, നമ്മൾ കണ്ടതല്ലേ കൊറോണ കാലത്ത് സാലറി ചാലഞ്ചുമായി ബന്ധപ്പെട്ട് ചെറിയൊരു പൈസ വിഹിതമായി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ സർക്കുലർ കത്തിച്ച വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് പിന്നീട് ഈ സാലറി പാക്കേജ് നടത്തി കൊടുത്തത്. ഇത് ഇടതിനും വലതിനൊക്കെ അറിഞ്ഞോട്ടുള്ള കളിയാണ്.
അടിസ്ഥാന വർഗത്തിലുള്ള വ്യക്തികൾക്ക് കിട്ടട്ടെ, പ്രശ്നമില്ല. ഈ 20,000 25,000 അല്ലെങ്കിൽ കിട്ടുന്നതിനൊന്നും പ്രശ്നമില്ല, നമ്മൾ ആരും പറയുന്നില്ല. അതിന് മേലേക്കുള്ള വിഭാഗമുണ്ട്, അവർ കൈപ്പറ്റുന്നത് നിസ്സാര പൈസയില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ കൊള്ള ചെയ്തെടുക്കുകയാണ്. നമുക്ക് എന്തെല്ലാം നിയമങ്ങൾ അതിന് ശേഷം ജനങ്ങൾക്ക് മേലെ അടിച്ചേൽപ്പിച്ചു. ഒരു ഹെൽമെറ്റ്, നമ്മളെ സുരക്ഷ നമ്മളല്ലേ നോക്കേണ്ടത്, അല്ലെങ്കിൽ പൗരൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ സർക്കാരിന് ബാധ്യത ഉണ്ടെങ്കിൽ ആദ്യം റോഡും തോടും എന്നുള്ള വ്യത്യാസം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടവര് അതൊന്നും ചെയ്യാതെ ഹെൽമെറ്റിന്റെ വേട്ട, അതാണ് നാട്ടിലെ ഏറ്റവും വലിയ ക്രിമിനൽ പ്രവർത്തനം എന്നുള്ള രീതിയിലൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അല്ലെ ഒരു കാലത്ത്. അതുപോലെ എന്തെല്ലാം തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള സമീപനങ്ങളാണ് സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് സാധാരണ ജനങ്ങളിലേക്ക് വരുന്നത്. എന്തെല്ലാം തരത്തിലുള്ള ഊറ്റിയെടുക്കലാണ് നികുതി ഭീകരത. ഇപ്പൊ നിലത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലാണോ എന്നുള്ള അറിയില്ല. എന്തായാലും ശരി, കെട്ടിടങ്ങൾക്ക് അഥവാ സംരംഭകർ കൊടുക്കുന്ന വാടകയുടെ 18% വാടക കൊടുക്കുന്നതിന്റെ 18% ടാക്സ് ഈ സംരംഭകരുള്ളത് കൊണ്ടാണ് മനുഷ്യരെ നിങ്ങൾക്ക് ടാക്സ് ലഭ്യമാകാനുള്ള എല്ലാ അവസരവും വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അവരെ ഏത് രീതിയിലും ചൂഷണം ചെയ്തിട്ട് കടക്കണിയിലേക്ക് തള്ളിവിടാനുള്ള സമീപനം ശരിയാണോ? ഒന്നാമത് ഓൺലൈൻ മാർക്കറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിൽ വന്നതോടുകൂടി ചെറുകിട കച്ചവടക്കാരൊക്കെ ഉറങ്ങിക്കിടക്കുകയാണ്, നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അവരെ വീണ്ടും ബാധ്യതയിലേക്ക് തള്ളിവിടുന്ന സമീപനം ശരിയാണോ? ഇതൊന്നും ചോദ്യം ചെയ്യപ്പെടാനോ വ്യാപാര സംഘടനകളോ മറ്റോ ഒന്നുമില്ല. ഇവരൊക്കെ പോഷക സംഘടനകളായിട്ട്, രാഷ്ട്രീയക്കാരുടെ പോഷക സംഘടനകളായിട്ട് പ്രവർത്തിക്കുകയാണ്. ഒരുമിച്ച് ലൂട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് മനഃപൂർവ്വം. ഇതൊന്നും ശരിയല്ല. വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, പ്രതികരണ ശേഷിയുള്ള ജനം വരണം എങ്കിലേ ഈ സംവിധാനങ്ങൾക്കെതിരെ ശബ്ദിക്കണം. അപ്പോഴേ നീതി ലഭ്യമാകൂ. നമ്മുടെ മുൻ തലമുറകൾ ചെയ്തതിന്റെ, അവരനുഭവിച്ചതിന്റെ കുറച്ചെങ്കിലും കാര്യമാണ് നമ്മളിന്ന് അനുഭവിച്ചു പോകുന്നത്. ഇതിപ്പോ വെള്ളക്കാർ പോയി കൊള്ളക്കാർ വന്നു എന്നുള്ള അവസ്ഥയാണ് നാട്ടിലുള്ളത് അല്ലെ. നാളെ ഇതിനെതിരെ ശബ്ദിക്കുന്നവർക്കെതിരെ നിയമപരമായിട്ടുള്ള പ്രയാസങ്ങളെല്ലാം ഇവർ ഉണ്ടാക്കട്ടെ. പക്ഷെ എത്ര പേർക്ക് ഉണ്ടാക്കാൻ പറ്റും? കാരണം ജനം അത്ര തരത്തിലേക്ക് സാധാരണ വർഗം, സാധാരണക്കാര് അത്ര തരത്തിലേക്ക് ബാധ്യതകളിലേക്കും മറ്റും പോകുന്ന ഒരു അന്തരീക്ഷം നാട്ടിലുണ്ട്. ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട്. സ്വന്തം രാജ്യത്ത് 10-50 വർഷം അന്യരാജ്യത്ത് പോയി ജോലി ചെയ്യുന്ന ജനത തിരിച്ച് നാട്ടിലേക്ക് വന്നാൽ ഒരു തരത്തിലുള്ള സംരക്ഷണവും ഇല്ല. നിസ്സാര പിച്ചക്കാശായിട്ടുള്ള 1,400-1,600 രൂപ കിട്ടിയാൽ മതിയോ? സർക്കാർ ജോലിയിൽ ചെയ്യുന്നവർക്ക് എന്തെല്ലാം ആനുകൂല്യം ലഭിക്കുന്നുണ്ടോ അതന്നെ എല്ലാ പൗരന്മാർക്കും ലഭിക്കണം. കാരണം അവർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ശമ്പളം വാങ്ങുന്നുണ്ട്. നമ്മൾ അന്യരാജ്യത്ത് പോയി ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടാക്സ് കൊടുത്തിട്ടാണ് ജീവിക്കുന്നത്. ഇങ്ങോട്ട് അയക്കുമ്പോൾ പൈസ വരുന്നുണ്ട് ഇവർക്ക് സർക്കാർ ഖജനാവിലേക്ക്. അതിൽ നിന്നെല്ലാം ഊറ്റി ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കും അർഹതപ്പെട്ടതാണ്, നീതിപരമായിട്ട് അർഹതപ്പെട്ടതാണ്. ടാക്സ് കൊടുക്കുന്ന വ്യക്തികൾക്ക് അർഹതപ്പെട്ട ഒന്നാണ്. ഉപജീവന മാർഗം ഇല്ലാത്ത ഒരു അന്തരീക്ഷത്തിലെങ്കിലും മാന്യമായിട്ടുള്ള പെൻഷൻ സമ്പ്രദായം ഉടച്ചു വാർക്കപ്പെടണം ഈ സിസ്റ്റം. അതിനെതിരായിട്ട് നിങ്ങൾ പ്രതിഷേധിക്കണം. ഇത് വെറുതെ പറയുന്നതാണോ? കണക്കുകളിലേക്ക് നിങ്ങളൊന്ന് എത്തി നോക്ക്. അപ്പം മനസ്സിലാകും ഈ തരത്തിലുള്ള ലൂട്ട. എന്നാലും പോരാ, ഇനിയും ശമ്പള പാക്കേജ് വരാൻ പോവാണ്. 12ാം ധനകാര്യ കമ്മീഷൻ കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത് ശുപാർശ. ഇത് എവിടെ ചെന്ന് നിൽക്കും? നിലവിൽ 4 ലക്ഷം കോടി എന്ന് പറയുമ്പോൾ ഒരു വർഷം ഇത്രത്തോളം പെട്രോൾ ഡീസൽ തീരുവയിൽ നിന്ന് നികുതി ലഭിക്കുമ്പോൾ പോലും ഇതിന്റെ പലിശ പോലും അടയ്ക്കാൻ പറ്റൂല. ഒരു മാസം 13,500 കോടിയോളം രൂപയാണ് സാലറിക്കും വേണ്ടിയിട്ട് മാത്രം ചെലവഴിക്കപ്പെടേണ്ടി വരുന്നത് കേരള സർക്കാരിന്. എന്നാൽ ഒരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം, സംരംഭങ്ങൾ നാട്ടിൽ വരുന്നില്ല. അതൊരു വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുന്നുണ്ട്, അല്ലാതെ അതൊന്നല്ല വികസനം. മറ്റു രാജ്യങ്ങൾ അമേരിക്കയൊക്കെ ഒന്ന് നോക്ക്. വ്യക്തിഗത വികസനത്തിലൂടെ വരുന്ന സംരംഭങ്ങളിലൂടെ അതിൽ നിന്നുള്ള നേട്ടം കണ്ടെത്തി അവര് വൻകിട ശക്തികളായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇവിടെ അങ്ങനല്ല. ഇവിടെ കുറച്ച് പേരെ റിക്രൂട്ട് ചെയ്തിട്ട് സർക്കാർ സംവിധാനങ്ങളിലേക്ക് കുടിയിരുത്തും. പിന്നെ ആജീവനാന്തം അവന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കും. അതിനുവേണ്ടി കുറെ പേര് കാളകളെ പോലെ പണിയെടുക്കുക. അതാണ് ഒരു സർക്കാർ എന്ന് പറയുമ്പോൾ ചലിപ്പിക്കേണ്ടത് ബാധ്യത. അങ്ങനെയാണ് ഒരു സർക്കാർ സംവിധാനം പ്രവർത്തിക്കേണ്ടത്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇതൊന്നും ശരിയല്ല. എന്നിട്ടും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. സർക്കാർ ഗ്രൂപ്പുകളിലൊക്കെ മറ്റോ ഒന്ന് കയറി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കുക അവർക്ക് എന്നും ദാരിദ്ര്യമാണ്. ഇത്രയൊക്കെ അവസരങ്ങളും ഇത്രയൊക്കെ അന്യായമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും അവർക്ക് എന്നും ബാധ്യതയാണ്. അതെങ്ങനെ? ഇവിടെ ഒരുത്തന് തൊഴിലോ കാര്യങ്ങളോ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന് വേറൊന്ന് തേടി കണ്ടെത്തി ആയി വരുമ്പോഴത്തേനും ഇവിടെ അവന്റെ ജീവിതമാർഗം മുട്ടി അവർ പണ്ടാരടങ്ങിയിട്ടുണ്ടാവും. പിന്നെ അവർ പറയുന്ന ആകെ ഒരു ന്യായം, ഞങ്ങൾ PSC എഴുതി അത്രത്തോളം കഷ്ടപ്പെട്ട് വന്നവരാണല്ലോ, അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്നാണ്. അതിലും കഷ്ടപ്പെടുന്ന വിഭാഗങ്ങൾ ഇവിടെ ഉണ്ട്. അതിന് ഒരു ജോലി പോയിട്ടുണ്ടെങ്കിൽ വേറെ ജോലി തേടി കണ്ടെത്താൻ നോക്കുന്നവര്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ അവിടെ ജോലി ചെയ്യേണ്ട, വേറെ ഓട്ടോമാറ്റിക്കായി അവർ വന്നോളൂ. മനസ്സിലാക്കണ്ട?
നിങ്ങളെപ്പാളേറെ ജോലി ചെയ്യാൻ അർഹതപ്പെട്ടവർ പുറത്തുണ്ട്. ആശ്രിത നിയമനത്തിലൂടെയും അല്ലെങ്കിൽ മറ്റ് പാർട്ടി നിയമനങ്ങളിലൂടെയും വരുന്നവരാണ് കൂടുതലും. PSC വരി വളരെ നിസ്സാരമേ വരുന്നുള്ളൂ. കണക്കുകളിൽ നിങ്ങൾ നോക്ക്. അപ്പൊ അതിനൊന്നും നിങ്ങൾ അർഹരാണോ അല്ലെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്ക്. ഈ രീതിയിലൊന്നും നാടിന് മുന്നോട്ട് പോകാൻ സാധിക്കൂല എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയും ജനങ്ങളെ മേലെ നികുതി വർദ്ധിപ്പിച്ച് നികുതി ഭീകരത കൊണ്ടുവരാൻ സാധിക്കൂല. അത് കൊടുക്കാനുള്ള സാഹചര്യം ഞങ്ങൾക്കില്ല, ജനങ്ങൾക്കില്ല. നമുക്കറിയാം 50 പൈസയൊക്കെ പെട്രോൾ ഡീസൽ വില കൂടി വന്നിരുന്ന കാലത്ത് പ്രക്ഷോഭങ്ങളും മറ്റും നടത്തിയിരുന്ന ഇവർ തന്നെ എന്തുകൊണ്ട് ഇവർ ഇതിനെതിരായിട്ടോ അല്ലെങ്കിൽ ഇത്രത്തോളം ഭീകര 25 രൂപയും മറ്റും പെട്രോൾ ടാക്സിൽ നിന്നൊക്കെ ഈടാക്കിയിട്ടും ഒന്നും ഉണ്ടെന്നില്ല. കാരണം ഇവർക്കുള്ള നേട്ടങ്ങൾ പണ്ടൊക്കെ പാട്ടപ്പിരിവായിരുന്നു. ഇന്ന് അതല്ല, യൂണിയനുകളാണ് ഇവരെ തീറ്റിപ്പോറ്റുന്നത്, രാഷ്ട്രീയക്കാരെ. അപ്പൊ അതുകൊണ്ടാണ് ഇവർ മിണ്ടാതിരിക്കുന്നത്. ജനതയിൽ നിന്ന് വോട്ടും പണം ആവശ്യമുള്ളത് യൂണിയനിൽ നിന്നും. അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് നിലവിലുള്ളത്. അപ്പൊ ഇവർക്ക് 10 കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 രൂപ ഇവർക്ക് കമ്മീഷൻ കിട്ടും. ഒരു ചിന്തിച്ചാൽ മതി, ആ രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് വേണ്ടി മാത്രം ബാധിക്കുന്ന ഒരു VD സതീശനും, ഇവർക്ക് വേണ്ടി ബാധിക്കാൻ വേണ്ടി മാത്രം തോമസ് ഐസക്കും മറ്റുള്ള സംവിധാനങ്ങളും അല്ലെങ്കിൽ ധനകാര്യമന്ത്രിയും ജീവിച്ചു പോകുന്ന ഒരു അന്തരീക്ഷമുള്ള നാട്. അവസ്ഥ എന്താ? പ്രവാസികളെ നിങ്ങളെങ്കിലും മനസ്സിലാക്കി. ചേലക്കര തെരഞ്ഞെടുപ്പിൽ ഒരുത്തൻ 65ഓളം സ്റ്റാഫിനെ വെച്ചിട്ട് ഇവിടെ വന്നിട്ട് വോട്ട് ചെയ്യിപ്പിച്ചു. എന്തിനു വേണ്ടി? ആ 65ഓളം പേർക്ക് ഇവിടെ എന്തുകൊണ്ട് ജീവിക്കാനുള്ള അന്തരീക്ഷം ഇല്ല? അതെന്താ ചിന്തിക്കാത്ത? അന്യ രാജ്യത്തിൽ പോകേണ്ടി വന്ന ഗതികേടിനെ ഓർമ്മിപ്പിക്കുന്നത് കൂടിയല്ലത്. അതിന് കാരണക്കാരായ വ്യക്തികളെ ജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വന്നെങ്കിൽ നിങ്ങൾക്ക് അല്പബുദ്ധികളായിട്ടുള്ള മനുഷ്യരാണെന്നല്ലാതെ എന്താ പറയാ? ചിന്തിക്ക്. പറയണമെന്നുണ്ട്, കുറെ പറയാനുണ്ട്. ഇതൊന്നല്ല നാടിന് വേണ്ടത്. ഈ തരത്തിലുള്ള രാഷ്ട്രീയക്കാരല്ല വേണ്ടത്. ഒറ്റ കൊടുത്ത് സമ്പാദിക്കുന്നുണ്ടവര്. ഇതിനൊക്കെ കണക്കുകൾ വരണം, പുറത്തു വരണം. അത് ഇവര് നിൽക്കുമ്പോൾ വരൂല. പുതിയ മൂവ്മെന്റുകൾ വരണം, എങ്കിലേ നാട് വളർച്ചയിലേക്ക് പോകൂ. അടുത്ത തലമുറകൾ സുരക്ഷിതമായിട്ട് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവുള്ളൂ. പിണറായിക്ക് ശേഷം പ്രളയം അല്ലെങ്കിൽ VD സതീശന് ശേഷം പ്രളയം എന്നുള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പൊ നിലവിലുള്ളത്. അവർക്ക് മതി, അവർ നയിക്കുന്ന സംവിധാനങ്ങൾ മതി. അതിനുശേഷം ആര് എങ്ങനെ ജീവിച്ചാലും ഒരു പുല്ലുമില്ല. ആ ഒരു അന്തരീക്ഷത്തിലേക്ക് അവർ മനഃപൂർവ്വം കൊണ്ടുപോകണം നാടിനെ. 4 ലക്ഷം കോടി കടന്ന് പറയുമ്പോൾ അതിന്റെ ഇൻട്രസ്റ്റ് എത്ര വരും എന്നുള്ളത് ചിന്തിച്ച് നോക്കിയാൽ മതി. 10% ഇൻട്രസ്റ്റ് ആണെങ്കിൽ 40,000 കോടി രൂപ വർഷം കൊടുക്കണം. ആ വർഷം കൊടുക്കണമെങ്കിൽ എത്ര റവന്യൂ ഇവർ കളക്ട് ചെയ്യാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അന്യ രാജ്യത്ത് പോയിട്ട് പിണറായി വിജയൻ ഫിൻലാൻഡിലോ മറ്റോ പോയിട്ട് കൊണ്ടുവന്നത് 8 or 10 ദിവസം ഇത്രയും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള വ്യക്തികൾ ഇയാൾക്ക് സ്തുതിപാഠകരായിട്ട് അവിടെ പോയിട്ട് കൊണ്ടുവന്നത് വെറും 150 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് അദ്ദേഹം തന്നെ വാർത്താ സമ്മേളനം വഴി വലിയ രീതിയിൽ പറഞ്ഞു. അന്നേ ദിവസം ഒരു ദിവസം പെർ ഡേ 138 കോടി രൂപയാണ് കേരള സർക്കാർ കടമെടുക്കുന്നത് പെർ ഡേ. അഥവാ ദിവസങ്ങളോളം അവിടെ കൂടിയിരുന്നിട്ട് കൊണ്ടുവന്നത് വെറും 150 കോടി രൂപയുടെ വിദേശ നിക്ഷേപം അന്നേ ദിവസം പെർ ഡേ. ഒരൊറ്റ ദിവസം, അന്ന് വാർത്താ സമ്മേളനം മാത്രം നടത്തിയ ദിവസം 150 കോടി രൂപയോളം കേരള സർക്കാർ കടെടുത്തു. 138 കോടി 150 കോടിക്കിടയിലാണ് കടെടുക്കുന്നത്. ഇങ്ങനൊരു അന്തരീക്ഷം ചിന്തിച്ചു നോക്കേ. അതേസമയം പിന്നെ തമിഴ്നാട് സർക്കാർ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വന്ന വാർത്തയാണ്, അദ്ദേഹം ഇതുപോലെ പോയി 2000 കോടി രൂപയുടെ ഒരു പദ്ധതിയും വന്നു, 6000 കോടി രൂപയുടെ വേറൊരു പദ്ധതിയും വന്നു. അതെങ്ങനെ അവിടെ വരുന്നത്? ഇവിടെ നാട്ടിൽ എന്താ വരാത്ത? നമ്മുടെ നാട്ടിൽ ഇവരൊക്കെ പറയണ്ടല്ലോ വികസന സൗഹൃദ കേരളം. എന്ത് സൗഹൃദ കേരളം? എന്റെ അനുഭവം തന്നെ ഉണ്ട്. ഒരു സുരക്ഷിതത്വം ഇല്ല അവിടെ സംരംഭകർക്ക്. ഒരു വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ എങ്ങനെ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യും? നിങ്ങൾ കുറെ വ്യവസായ വകുപ്പിൽ കുറെ ഉദ്യോഗസ്ഥന്മാരെ തീറ്റിപ്പോറ്റിയൊന്നും കാര്യമില്ല, കുറെ ലോണുകൾ കൊടുത്തുകൊണ്ടൊന്നും കാര്യമില്ല. അത് എങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണ്ടേ? അത് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ വേണ്ടേ? അത് നടപ്പിലാക്കുന്നുണ്ടോ? അത് ചെയ്യുന്നുണ്ടോ? എത്രത്തോളം സംരംഭകർ നിലവിൽ പ്രയാസപ്പെടുന്നുണ്ട്, നിലവിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ കണക്കുകളില്ല. കൊണ്ടുവരുന്നതും വന്നതും ഒക്കെ ഉണ്ട്. ഓക്കെ, അത് എത്രത്തോളം, എത്ര മാസം അല്ലെങ്കിൽ എത്ര വർഷം അത് നിലനിൽക്കുന്നുണ്ട്, അതിനുശേഷം അവർ എന്താണ് വീണ്ടും ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നുണ്ടോ? അത് നിസ്സാര കാര്യങ്ങളേ ഉള്ളൂ. അത് മോണിറ്റർ ചെയ്ത് അതിന് അർഹമായിട്ടുള്ള ഒരു പരിരക്ഷ ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങൾ നടപ്പിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നാട് ഓട്ടോമേഷൻ ആയിട്ട് നടന്നോളും. അത് നിങ്ങളെ പ്രത്യേകിച്ചുള്ള ഒരു കാര്യമൊന്നുമല്ല. അത് പൗരന് അർഹമായിട്ടുള്ള നീതി ലഭ്യമാക്കി കൊടുക്കുന്നതിലൂടെ ലഭ്യമാക്കാം. അതിന് സർക്കാർ സംവിധാനങ്ങൾ എല്ലാ കോർഡിനേഷനോട് കൂടി, പോലീസ് മുതൽ വ്യവസായ വകുപ്പ് മുതൽ പഞ്ചായത്ത് മുതൽ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി മുതൽ ഇവരെല്ലാം ഒരു കോർഡിനേഷൻ ഉണ്ടാക്കണം. നാടിന്റെ രാജ്യത്തിന്റെ പുരോഗതി ലക്ഷ്യമാക്കി സംരംഭകരെ വളർത്താനുള്ള തയ്യാറെടുപ്പ് നടത്തണം. എങ്കിലും നിങ്ങൾക്കും റവന്യൂ ആയിട്ട് അല്ലെങ്കിൽ ടാക്സ് ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വികസനം ലക്ഷ്യമാകുള്ളൂ. അല്ല നിങ്ങൾ കുറെ കോർപ്പറേറ്റുകൾക്ക് അദാനിക്ക് വേണ്ടിയിട്ട് കുറെ കൊണ്ടുകൊടുക്കുക, വേറെ കുറച്ച് പദ്ധതികൾക്ക് വേണ്ടി കുറെ കൊണ്ടുകൊടുക്കുക. ഇതല്ല ചെയ്യേണ്ടത്. ഇവിടെ നിർത്തുന്നു.